മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം സാത്താൻ ഏതൊക്കെ രീതിയിൽ കുഞ്ഞുങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ന്യൂ ഏജ് തിങ്കിങ് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇന്നത്തെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ പുതിയ പല കാഴ്ചപ്പാടിലാണല്ലോ ജീവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. നേരത്തെ പഠിച്ചിരിക്കുന്ന ഹിസ്റ്ററികളൊക്കെ ഇന്ന് മാറ്റി തിരുത്തിയൊക്കെ എഴുതിയിരിക്കുക, അതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് പലതരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പുതുതായിട്ട് സിലബസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പുതിയ തലമുറ എന്ന് വെച്ചാൽ 2030-40 ആകുമ്പോഴത്തേക്ക് ഈ തലമുറയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പണ്ട് പഠിച്ച സയൻസ് ഒന്നും തന്നെ ഒരു മീനിങ്ങും ഇല്ലാത്ത രീതിയിലാവും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ചിന്തകളൊക്കെ. ഈ ന്യൂ ഏജ് തിങ്കിങ്ങിൽ പുതിയ മനുഷ്യൻ്റെ മനസ്സിനെയും അവൻ്റെ ശരീരത്തെയും ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ള പുതിയ തോട്ട് പ്രോസസ്സിൽ കൂടിയാണ് ഇന്ന് മനുഷ്യൻ കടന്നു പോകുന്നത്. അങ്ങനെയാണല്ലോ എത്തിസവും അതുപോലെ ദൈവം വേണ്ട എന്നുള്ള ചിന്തകളൊക്കെ വരുന്നത്. അതുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ തന്നെ നമുക്കറിയാവുന്നതാണ് പല സ്ഥലങ്ങളിലും ഇന്ന് നേരത്തെ ഉള്ള ക്രിസ്ത്യൻ രാവിലെ ഉള്ള പ്രാർത്ഥനകൾ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നിർത്തി ഇന്ന് ഹിന്ദു സ്കൂളുകളിലൊക്കെ സരസ്വതി ഫേവർ ചെയ്തുള്ള പ്രാർത്ഥനകളും ഒക്കെയാണുള്ളത്. അതൊക്കെ നടക്കുന്നുണ്ട്. മറ്റേതൊക്കെ നിർത്തി പലയിടത്തും ഇതൊന്നും വേണ്ട, ഇനിയൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഈ ന്യൂ ഏജ് തിങ്കിങ്ങിനകത്ത് പ്രധാനമായിട്ടും 6 ചിന്തകളാണുള്ളത്. ഒന്ന്, ഓൾ ഈസ് വൺ ആൻഡ് വൺ ഈസ് ഓൾ. എല്ലാം ഒന്നാണ്, ഒന്നെല്ലാമാണ്. എന്ന് വെച്ചാൽ എവറി പാർട്ടിക്കിൾ ഈസ് ദ പാർട്ട് ഓഫ് വാസ്റ്റ് ഇൻ്റർകണക്റ്റഡ് പ്രോസസ്സ്. ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഒരു പ്രോസസ്സിനകത്തുള്ളൊരു പാർട്ടിക്കിളാണ് എല്ലാം. എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഡിഫറൻസ്, ഒരു വ്യത്യാസമില്ല. ഹ്യൂമനും അനിമലും റോക്കും ഈവൻ ഗോഡും ഒരു വ്യത്യാസമില്ല. The real crisis he faces is ignorance, not evil. Evil അല്ല ഒരു റിയൽ ക്രൈസിസ്, പ്രശ്നമെന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. അതുകൊണ്ട് സിൻ നേച്ചർ, മനുഷ്യനിൽ പാപം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ മാൻ. മനുഷ്യനുണ്ടാക്കിയതാണ് പാപം. മനുഷ്യൻ്റെ ചിന്ത പാപം മനുഷ്യനിലുണ്ടെന്നുള്ളത് മനുഷ്യനുണ്ടാക്കിയതാണ്. ഏതോ ഒരു ചിന്തകൻ, ഒരു പ്രാസംഗി പണ്ട് ജീവിച്ചിരുന്ന ആൾ പറഞ്ഞു, നിന്നെ പാപി എന്ന് വിളിക്കുന്നതാണ് പാപം എന്ന് പറഞ്ഞെന്ന് പറയുന്ന പോലെ സിൻ നേച്ചർ ഈസ് ക്രിയേറ്റഡ് ബൈ മാൻ. സിൻ നേച്ചർ ആരാ കൊണ്ടിട്ടെന്നറിയാമല്ലോ, പിശാച് ഇട്ടതാണ്. അത് തിരിച്ച് മനുഷ്യനാണ് ചെയ്തതെന്ന് പിശാച് പറയിപ്പിക്കുകയാണ്. സോ ദിസ് ഈസ് എഗൻസ്റ്റ് ദ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. നമ്മൾ ബിബ്ലിക്കലായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന എഗൻസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അത് മനുഷ്യനാണ് പാപം ചെയ്തത്, അത് ശരിയാണ്. എന്നാൽ പാപം എന്നൊരു സംഭവം ഇല്ല, അത് മനുഷ്യൻ്റെ ചിന്തയിലുള്ളൊരു സാധനമാണ് എന്നുള്ള അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന പല തോട്ടുകളുണ്ട്. അന്നേരം ഒന്നാമത് ഓൾ ഈസ് വൺ ആൻഡ് വൺ ഈസ് ഓൾ. രണ്ടാമത് ഗോഡ് ഈസ് എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഈസ് ഗോഡ്. ദൈവം എല്ലാമാണ്, എല്ലാത്തിലും ദൈവമുണ്ട്. അത് ഈ പാന്തിസം എന്നൊക്കെ പറയുന്ന അദ്വൈതവാദം എന്നൊക്കെ പറയുന്നതാണ്. എവറിത്തിങ് ഇൻ ക്രിയേഷൻ ഈസ് എ പാർട്ട് ഓഫ് ഗോഡ്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും നമ്മളെല്ലാം ദൈവമാണ് എന്നുള്ളത്. ഇതേ കാര്യമാണ് പിശാചി എന്ന് ഹവ്വയോട് പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ, ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെ ആവും. അതിൽ എല്ലാവരും ഒരു കുട്ടി ദൈവങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയത്തക്ക രീതിയിലുള്ളൊരു പഠിപ്പിക്കൽ. ഗോഡ് ഈസ് എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഈസ് ഗോഡ്. അത് എല്ലാത്തിലും ദൈവത്വമുണ്ട്, എല്ലാത്തിലും ദൈവത്വം കാണണം എന്നുള്ള രീതിയിലുള്ള പഠിപ്പിക്കൽ. പ്രത്യേകിച്ചും യൂണിവേഴ്സലായിട്ടുള്ള ഒരു തിങ്കിങ് ഇന്ന് എത്തിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. ഞാൻ പലയിടത്തും പല ആളുകളും ഈവൻ ക്രിസ്ത്യൻ ഫെയ്ത്തിലുള്ളവർ വരെയും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു മലയെപ്പാനായിട്ട് ഒരുപാട് വഴികളുണ്ട്, ഒരു വഴി മാത്രമല്ല. അതുകൊണ്ട് ഏത് വഴി കൂടെ പോയാലും ആ മലയിൽ ചെല്ലും എന്ന് പറയുന്നുള്ള എല്ലാ മതങ്ങളിലും ഒരു എസൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് ഇരുന്ന് സംസാരിച്ച് വാദിച്ചൊരു കാര്യമാണ്.
എല്ലാ മതങ്ങളിലും എസൻസ് ഉണ്ട്, എല്ലാം ദൈവത്തിലേക്ക് നടത്തുന്നതാണ്. അതിന് അങ്ങനെ അതിലെ ഉത്കൃഷ്ടമാണ് ക്രിസ്തു മാർഗം. സോപ്പിട്ടാണ് പറയുന്നത്, പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ളൊരു ചിന്തയാണ്, സോപ്പിട്ട് പറയുന്നതാണ്. ഇത് ഞാൻ അദ്വൈതവാദത്തെക്കുറിച്ചാണ് പറഞ്ഞത്, ഇത് ആ ഒരു ചിന്തയല്ല. എന്നാൽ ഇന്ന് അനേകം ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്, എല്ലാ മതവും ദൈവത്തിലേക്ക് ചെല്ലുന്നുണ്ട്, എല്ലാം ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് ഏതായാലും കുഴപ്പമില്ല, ദൈവത്തിൽ ചെന്നാൽ മതിയല്ലോ എന്നൊക്കെയുള്ള. ഇതിന് ഒരുപാട് വേറെ ആൻസർ അതിന് പറയാനായിട്ടുണ്ട്, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കുക, എല്ലാ മതവും ദൈവത്തിലേക്ക് ചെല്ലുന്ന മാർഗമാണെങ്കിൽ യേശു എന്താണ് നമ്മളെ പഠിപ്പിച്ചത്, അത് മാത്രം നിങ്ങൾ നോക്കുക. മൂന്നാമത്, ഈ ന്യൂ ഏജ് തിങ്കിങ്ങിനകത്ത് ഉള്ളത് സെൽഫ് റിയലൈസേഷനാണ്. അവിടെ നിന്നാണ് വി നീഡ് ടു നോ ദാറ്റ് വി ആർ ഗോഡ്സ് എൻലൈറ്റ്മെൻറ്റ്. ദൈവം നമുക്ക് ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാം ദൈവമായിരിക്കുന്നതുകൊണ്ട് ദൈവം നമുക്ക് ഒരു എൻലൈറ്റ്മെൻറ്റ്, നമുക്ക് തന്നെ ഒരു എൻലൈറ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ്. എന്ന് വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു പുനർജന്മം നമുക്ക് തന്നിരിക്കുന്നു. സോൾ പല പ്രോസസ്സിൽ കൂടി കടന്നുപോയി, സോൾ പ്രോഗ്രഷൻ, അത് നമ്മൾ റിയലൈസ് ചെയ്യുക. ആ ഒരു പഠിപ്പിക്കൽ ന്യൂ ഏജ് തിയറിയിൽ ഉണ്ട്. എബ്രായർ 9:27 ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതങ്ങ് നമ്മൾ മറന്നുപോകും. ഒരിക്കൽ മരിക്കുകയും ന്യായവിധി നമുക്ക് നിയമിച്ചിരിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ ഒരു തിങ്കിങ്, ന്യൂ ഏജ് തിങ്കിങ് ആണ് ന്യൂ വേൾഡ് ഓർഡർ. പുതിയൊരു വേൾഡ് ഓർഡർ. അത് ശരിക്കും പറഞ്ഞാൽ സാത്താൻ്റെ ഒരു കൗണ്ടർഫിറ്റാണ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് പാരലായിട്ടുള്ള ഒരു പഠിപ്പിക്കൽ, സാത്താൻ്റെ ഒരു പഠിപ്പിക്കലാണ്. ഒരു കുറവും ഒരു കുറ്റവുമില്ലാതെ ഒരു വൺ വേൾഡ് ഗവൺമെൻറ്, ദാറ്റ് മീൻസ് ദ യൂണിഫിക്കേഷൻ ഓഫ് ദ എൻറ്റയർ വേൾഡ്. ലോകത്തെ മുഴുവൻ ഒരുമിച്ചാക്കിക്കൊണ്ട് അത് സമാധാനത്തിലേക്ക് നയിക്കും. ഇപ്പോൾ അടുത്ത കാലങ്ങളായിട്ട് നമ്മൾ കണ്ടതാണ്, ട്രംപിൻ്റെ ഭരണം വന്നപ്പോഴത്തേക്ക് ട്രംപ് അങ്ങനെയുള്ളൊരു ആഹ്വാനം, ലോകത്തിലെല്ലാം സമാധാനം വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉക്രൈൻ്റെ യുദ്ധം നിർത്താൻ വേണ്ടി അവരെയും റഷ്യയും കൂടെ ഒരുമിച്ച് വിളിച്ചിരിക്കുക, ഡിസ്കഷന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടന്നു. അന്നേരം യുദ്ധം വിഡ്രോ ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താണ് ഇതെല്ലാം കാണിക്കുന്ന? ന്യൂ വേൾഡ് ഓർഡറാണ്. എന്നാൽ ബൈബിൾ എന്താ പറയുന്നത്? ന്യൂ വേൾഡ് ഓർഡർ 1000 ആണ്ട് വാഴ്ചയിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. വൈ ഇറ്റ് ഈസ് 1000 ആണ്ട് വാഴ്ചയിലേ സംഭവിക്കുള്ളൂ എന്ന് പറയുന്ന കാരണം, അന്ന് പാപമില്ല, പിശാചിനെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക. ഈ ഭൂമിയിൽ പാപം നിൽക്കുന്നിടത്തോളം കാലം ഈ ദൈവത്തിൻ്റെ രാജ്യം അതുപോലെ സ്ഥാപിക്കപ്പെടുവാനായിട്ട്, നമ്മൾ ഈ പറയുന്ന മെറ്റീരിയലായിട്ടുള്ള രാജ്യം സ്ഥാപിക്കപ്പെടുവാനായിട്ട് സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ന്യൂ ഏജ് തോട്ട് അങ്ങനെയാണ് ന്യൂ വേൾഡ് ഓർഡർ ഉണ്ടാക്കുക. അഞ്ചാമത്തെ ഒരു തോട്ടാണ് റിയാലിറ്റി ഈസ് വാട്ട് യു മേക്ക് ഇറ്റ്. നീ ചെയ്യുന്നതാണ് റിയാലിറ്റി, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇന്നത്തെ യങ് ഏജിൽ ഉള്ളൊരു തിങ്കിങ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിക്കുകയും ചെയ്യാം, നമ്മുടെ യൂത്തിൻ്റെയൊക്കെ തിങ്കിങ് പാറ്റേണിൽ ദേ ആർ ഗോയിങ് ഫോർ ഷോർട്ട് ടൈം ടാർഗറ്റ്സ്, ഷോർട്ട് ടൈം ഈവൻറ്റ്സ്. ഒരു കാര്യം നടക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ഈവൻ്റാണ് അവർ തിങ്ക് ചെയ്യുന്നത്. ദേ ആർ നോട്ട് തിങ്കിങ് ഫോർ എ ലോങ് ടൈം. ഒരു ഒബ്ജക്റ്റീവ്സ് ഓഫ് ലൈഫിനെ കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത്. അടുത്തൊരാഴ്ച അല്ലെങ്കിൽ അടുത്തൊരു മാസം എന്ത് നടക്കും, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അത് കഴിയുമ്പം അടുത്ത ചിങ്ങ. കാരണം ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ നേച്ചർ, ചേഞ്ച് ഇൻ ദ വേൾഡ്. ഓരോ മാസം കഴിയുന്തോറും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതിന് ആ വ്യത്യാസം അനുസരിച്ച് പ്ലാൻ ചെയ്ത് പോവുക. ഓൺലി ഷോർട്ട് ടൈം ഗോൾ ആൻഡ് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്. ദേ ആർ ഓൾ ഗോയിങ് ഫോർ ആൻ ഈവൻറ്റ്, എ സെലിബ്രേഷൻ മോഡ്, അത്രേ ഉള്ളൂ. അതിനപ്പുറമായിട്ടില്ല. ലോങ് ടൈം ഒബ്ജക്റ്റീവ് ഇല്ല. അത് എല്ലാവരുടെ രീതിയിലും കാണാം. ജോബിൻ്റെ കാര്യത്തിലായാലും ഒരു ജോബ് വിട്ട് അടുത്ത ജോബിലേക്ക് ചാടുന്നു. ഒരു വാഹനം വാങ്ങിച്ചാൽ ആ വാഹനം ഒരു വർഷം ഉപയോഗിച്ച് എടുത്ത് കളയുന്നു. എന്തെങ്കിലും കേടുവന്നാൽ വിറ്റ് കളയുന്നു. ഭവനങ്ങളാണെങ്കിൽ പോലും വിൽക്കുന്നു, ഇടിച്ചു കളഞ്ഞിട്ട് പുതിയത് പണിയുന്നു. എല്ലാം ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സാണ് എന്ന് പറയുന്നത്. റിയാലിറ്റി ഈസ് വാട്ട് വി മേക്ക് ഇറ്റ്. നന്മയും തിന്മയും, ഇവിടെ നന്മയും തിന്മയും തമ്മിൽ വ്യത്യാസമില്ല. നമ്മൾ വിശ്വസിക്കുന്ന അനുസരിച്ചാണ് നന്മയും തിന്മയും. എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളാണ് അത് തീരുമാനിക്കുന്നത്. ഇവിടെ കാണുന്ന എന്താണ്? സൈറ്റൻ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് റിലേറ്റീവ് ട്രൂത്ത് ഫോർ ഗോഡ്സ് ട്രൂത്ത്. ദൈവത്തിൻ്റെ സത്യം, ദൈവം സത്യമാണ്,
യേശു സത്യമാണ്, യേശു പഠിപ്പിച്ചൊക്കെ സത്യമാണ്. അത് ഒരു റിലേറ്റീവ് ട്രൂത്തിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, വിശക്കുന്നവൻ ഭക്ഷണം മോഷ്ടിച്ചാൽ അത് തിന്മയല്ല, അവകാശമാണ് എന്ന് പഠിപ്പിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. വിശക്കുന്നവൻ ഭക്ഷണം മോഷ്ടിച്ചാൽ മോഷണം എന്ന് പറയുന്ന ഒരു തിന്മയല്ല, അതൊരു അവകാശമാണ് എന്ന് പഠിപ്പിക്കുന്നു. മോഷണം തന്നെ. വിശക്കുന്നവൻ മോഷ്ടിച്ചാലും അല്ലാത്തവൻ മോഷ്ടിച്ചാലും മോഷണമാണ്, അല്ലേ? അന്നേരം അതൊരു തിന്മയല്ല, ഒരു അവകാശമാണ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ റിലേറ്റീവ് ട്രൂത്ത്. സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഫ്രീ സെക്സും പ്രീമാരിറ്റൽ സെക്സും ലിവിങ് ടുഗദർ. എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു. മാരേജിൻ്റെ പ്രിൻസിപ്പിൾ അവിടെ നശിച്ചു പോവുകയാണ്. ടെമ്പററി ആണ്. ഐ ആം ലുക്കിംഗ് ഫോർ എ ടെമ്പററി ഈവൻറ്റ് ഓർ സെലിബ്രേഷൻ. ഒരാളൊരു പാർട്ട്ണറെ കിട്ടി, ഞാൻ അയാളുടെ ജീവിക്കുന്നു. 1 മാസം കഴിഞ്ഞ് ഇഷ്ടമില്ലെങ്കിൽ ഉപേക്ഷിക്കുന്നു, വേറൊരാളുടെ ഇരിക്കെ പോകുന്നു. ആ ലേഡിയും സ്ത്രീയും അതുപോലെ തന്നെ, അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കളഞ്ഞിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോകുന്നു. ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് ഇന്ന് റിയാലിറ്റി ഈസ് വാട്ട് യു മേക്ക് ഇറ്റ്. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്, അല്ലാതെ നോട്ട് വിച്ച് ഈസ് വാട്ട് ഈസ് തിങ്കിങ് ഓഫ്. എന്നാൽ യേശു പറഞ്ഞ എന്താണ്? യോഹന്നാൻ 8:32 സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്. അതാണ് സത്യം. അതാരാണ്? വചനം ജഡമായത് യേശു. അത് യേശുവിനെ അറിഞ്ഞാൽ യേശു നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇതൊന്നുമല്ല ഇന്ന് റിലേറ്റീവ് ട്രൂത്തിനകത്ത് പറയുന്നു. 1 പത്രോസ് 1:25 കുഞ്ഞുങ്ങളെ കാണാതെ പഠിപ്പിക്കണം. കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാണ് 1 പത്രോസ് 1:25 പറയുന്നത്. പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്ത് പറയാം, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഇത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. 6ാമത്തെ ഒരു വ്യൂ, 5 വ്യൂ ഞാൻ പറഞ്ഞു. 6ാമത്തെ വ്യൂ എ ഹോളിസ്റ്റിക് തിങ്കിങ് ആണ്. പൂർണ്ണമായിട്ടുള്ളൊരു പുതിയ തിങ്കിങ് ആണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് നോ എറ്റേണൽ ഡെത്ത്. ഒരു നിത്യമരണം എന്നൊന്നുമില്ല. റിയൽ എനിമി ഈസ് ഇഗ്നറൻസ് നോട്ട് ഈവിൾ. തിന്മയല്ല റിയൽ എനിമി എന്ന് പറയുന്നത്, അതൊരു അറിവില്ലായ്മയാണ്, ഇഗ്നോറൻസ്. അതുകൊണ്ട് നോളജ് ഈസ് ദ കീ ടു ബി അവേക്കൻഡ്. നമുക്ക് അറിവ് ഉണ്ടാകുക. അറിവുണ്ടാകുമ്പോൾ നമ്മളെ തന്നെ പുതുക്കും. അവേക്കൻ, നമുക്ക് എന്തുവാണ് പറയുന്ന ആ വേർഡ്, അവേക്കൻ, എൻലൈറ്റ്മെൻറ്റ് നമുക്ക് വരും. അറിവ് വരുമ്പോൾ അവിടെ ശാസ്ത്രം ജയിക്കുന്നു, മനുഷ്യൻ തോക്കുന്നു. സോ അവരെന്ത് പറയുന്നു? യു ഡിബേറ്റ്, വി വിൽ ഡിബേറ്റ് ആൻഡ് പ്രൂവ് ഗോഡ്. ഇതാണ് അവരുടെ ആൻസർ. നമുക്ക് ഡിബേറ്റ് ചെയ്യാം. 1922 അഡോൾഫ് ഹിറ്റ്ലർ ഒരു നാച്ചുറൽ യൂത്ത് മൂവ്മെൻറ്റ് തുടങ്ങി. നാഷണൽ യൂത്ത് മൂവ്മെൻറ്റ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു കുഞ്ഞുങ്ങളുടെ മനസ്സ് ഏത് രീതിയിൽ സ്വാധീനിക്കാം. അങ്ങനെ സ്വാധീനിച്ചാൽ ആളുകളെ മുഴുവൻ സ്വാധീനിക്കാൻ പറ്റുമെന്നും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഒരു യൂത്ത് മൂവ്മെൻറ്റ് തന്നെ, നാഷണൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കി 1,00,000 യൂത്തിനെ അദ്ദേഹം എടുത്ത് ട്രെയിൻ ചെയ്തു. ഓക്കെ, പെർവേർട്ടഡ് ആയിട്ടുള്ള തിങ്കിങ്ങിൽ കൂടാണ് അന്ന് പോയത്. അത് നമുക്ക് മനസ്സിലാവും. ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ന്യൂ തിങ്കിങ്ങിൽ ശരിക്കും അവർ ഇഗ്നോറൻസ് മാറ്റുക എന്നൊരു ചിന്തയിലാണ്. പഴയ കാലത്തുണ്ടായതാണ് ഇഗ്നോറൻസ് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ ശാസ്ത്രം ജയിച്ചപ്പോഴേ, ശാസ്ത്രം വളർന്നു വന്നപ്പോഴേ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നില്ലേ? നമുക്കറിയാം, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോഴത്തേക്ക് ഒരുപാട് റോബോട്ടിക് ആക്ടിവിറ്റീസ് ഒരുപാട് വരികയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യന് ശാസ്ത്രത്തിൻ്റെ പുരോഗതി അനുസരിച്ച് പലതായിട്ടുള്ള യൂസ് റോബോട്ട്സുമായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ തിങ്കിങ്, ഈ കാഴ്ചപ്പാട് അവൻ്റെ ഹൃദയത്തിൽ, കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഒരു രീതി പറഞ്ഞാൽ അവരങ്ങ് ഡെമനൈസ്ഡ് ആയിപ്പോവും. ഇത് 2 കൊരിന്ത്യർ 10:4-5 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. ആകയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണത്തിനായി പിടിച്ചടക്കി. അതുകൊണ്ട് എല്ലാ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഇടർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണത്തിനായി പിടിച്ചടക്കി. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്നതാണ് ഇതെല്ലാം. ഈ പറഞ്ഞ ന്യൂ ഏജ് തിങ്കിങ് എല്ലാം തന്നെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്നതാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ പറയുന്നത്
നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, മനസ്സ് പുതുക്കുക. ഡെയിലി റിന്യൂയിങ് ദ സ്പിരിറ്റ്. ഡു നോട്ട് കൺഫേം ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ അനുരൂപരാകരുത്. ഞാനൊരു 2-3 എപ്പിസോഡ് തന്നെ അതിനെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അനുരൂപരാകുന്നത്, ഈ ലോകത്തിന് അനുരൂപരാകുന്നത്. അതുപോലെ ഈ തിങ്കിങ്, ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് തിങ്കിങ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം കുരുടായി പോവും. ഈ ലോകത്തിലെ ദൈവം അവരുടെ ഹൃദയം കുരുടാക്കിയിരിക്കും. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കാനായിട്ട് മാതാപിതാക്കൾ തീർച്ചയായും അതിനെ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും അത് കുഞ്ഞുങ്ങളെ ദൈവഭാവത്തിൽ വളർത്തുകയും ചെയ്യണം. ഇന്ന് എൻ്റെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാനത് ഇവിടെ നിർത്തുകയാണ്. ന്യൂ ഏജ് തിങ്കിങ്ങിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകളുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും കോളേജ് സ്റ്റുഡൻസിനും അതുപോലെ യൂസിൻ്റെ ഇടയിലൊക്കെ യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ USA എന്ന് പറഞ്ഞ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഇടയിൽ അവരുടെ രൂപാന്തരത്തെക്കുറിച്ചും അതുപോലെ യേശുക്രിസ്തുവിന് വേണ്ടി എങ്ങനെ വിറ്റ്നസ്സായിട്ട് നിൽക്കണമെന്നും അതിനുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചും കോളേജ് ക്യാമ്പസുകളിൽ പഠിപ്പിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ കുറച്ച് നാൾ ഇൻവോൾവ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ടുമൊക്കെ എനിക്കും ദൈവം കൃപ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ യൂത്തിനെയൊക്കെയും ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വിമുഖരാക്കി അവരെ ദൈവഭാഗത്തേക്ക് നടത്തേണ്ട ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് എന്ന് മറന്നുപോയത്. ചെറുപ്പത്തിലേ അത് ശീലിപ്പിച്ചാൽ അത് അതിൽ നിന്ന് ഒരിക്കലും വിട്ടു പോവുകയില്ല. ഇന്ന് അതിന് പകരം എന്താണ്, ഞായറാഴ്ച രാവിലെ ട്യൂഷൻ വിടുകയാണ്. കുറച്ച് കഴിയുമ്പം ഈ പിള്ളേരൊക്കെ കഴിഞ്ഞ് അവിടെ കോഴ്സ് കഴിഞ്ഞു, പിന്നെ പല പ്രൊഫഷണൽ കോഴ്സിനുള്ള എൻട്രൻസ് കോച്ചിങ്, IAS കോച്ചിങ്, ഇതിലൊക്കെ പോവുകയാണ്. ഇതൊക്കെ പോയിട്ട് എന്താ സംഭവിക്കുന്നത്, അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുന്നത്, അവിടെയൊക്കെ പോയി ചിലരൊക്കെ നന്നാവുന്നുണ്ടില്ലെന്നൊന്നും പറയുന്നില്ല, ചിലരൊക്കെ അവരുടെ കരിയറിൽ നന്നാവുന്നുണ്ട്. എന്നാൽ ഒരു കൂടുതലും നേരത്തെ പറഞ്ഞ പോലെ 45 to 50% പുതിയ ഡോർവേ പിശാചിന് ഓപ്പൺ ചെയ്ത് ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട വലിയ വിഷയമാണ്. യൂത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെ യങ്ങായിട്ടുള്ളവർ ഈ പുതിയ പിശാചിൻ്റെ കെട്ടിൽ പോകുന്ന, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയ്ക്കും ഇടിച്ചു കളവാനായിട്ട് ജഡീയ കോട്ടങ്ങളല്ല, പോരിൻ്റെ ആയുധങ്ങളെ ജഡീയങ്ങളല്ല. സ്ട്രോങ് ഹോൾഡ്സ് അവർ വെപ്പൺസ് ഓഫ് ദ വാർഫെയർ ഇസ് നോട്ട് കാർണൽ. അതുകൊണ്ട് ആത്മീയമായിട്ട് നമ്മളെ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ കർത്താവെ കടന്നു പോകുന്ന പ്രയാസങ്ങളെ ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, കൗമാരം കഴിഞ്ഞ് വരുന്ന സ്റ്റേജുകളിലൊക്കെ കർത്താവെ ഒരുപാട് ടീച്ചിങ്ങുകൾ കർത്താവെ കുഞ്ഞുങ്ങളെ വശംവദരായി തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഈ ദിവസങ്ങളിലെ ഈ ന്യൂ വേൾഡ് ഓർഡർ, അല്ലെങ്കിൽ കർത്താവെ ഹോളിസ്റ്റിക് തിങ്കിങ്, അല്ലെങ്കിൽ കർത്താവെ ടെമ്പററി ആയിട്ടുള്ള ഈവൻ്റ് സെലിബ്രേഷൻ മുഖാന്തരമായിട്ടുള്ള റിയാലിറ്റീസ് കർത്താവെ ഒരിക്കലും അവരുടെ ജീവിതങ്ങളെ പിടിച്ചു കുലുക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിലുള്ള ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വിളിച്ചിരിക്കുന്ന വിളി കർത്താവിനെ മൗത്തീകരിപ്പാനാണെന്നുള്ള വലിയ ചിന്തയിൽ അവർ ജീവിപ്പാനായിട്ട് കർത്താവെ നീ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളിലൊക്കെ ഏതെങ്കിലും പ്രയാസമുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള കർത്താവെ റിലേഷൻഷിപ്പിനകത്ത് പ്രയാസങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ഈ സമയത്ത് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം തരികയും അവരോട് വലിയ ഡെലിവറൻസ് അയക്കുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, വേണ്ടായിട്ടുള്ള വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണേ. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അടുത്ത എപ്പിസോഡ് വരുമ്പോൾ അതിന് ആൻസർ പറയാവുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.